Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിലെ യൂണിവേഴ്സിറ്റി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ക്ലാസ്സുകൾ കേൾക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തിയുള്ള വീഡിയോ ആണ്, എന്ന് വെച്ചാൽ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ മനസ്സിലാവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്. 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ 3 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ABC പറഞ്ഞിട്ടുള്ള സെക്ഷൻ. ആദ്യത്തെ സെക്ഷൻ ഷോർട്ട് ആൻസറിൻ്റെ ഒരു സെക്ഷനാണ്. 10 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 2 മാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ സീലിംഗ് മാർക്ക് വരുന്നത് 16 മാർക്കാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചന്ദന മരങ്ങൾ എഴുതാൻ കമല സുരയ്യയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് അക്ബർ കക്കട്ടിൽ മാധവിക്കുട്ടിയുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് സദാചാര നിയമങ്ങളുടെ അസ്ഥിവാരം എന്ന് പറയുന്നത് ശരീരമാണ്. മാധവിക്കുട്ടിയുടെ സദാചാര നിയമങ്ങളുടെ തറക്കല്ല് ഹൃദയമാണ്, പ്രേമമാണ്. പെൺകുട്ടികൾ തമ്മിലും ഛേദോഹരമായിട്ടുള്ള പ്രേമം ജനിക്കാം. ഈ ഒരു അറിവിൻ്റെ വെളിച്ചമാണ് ചന്ദനമരങ്ങൾ എഴുതാനായിട്ട് കമല സുരയ്യയെ പ്രേരിപ്പിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ആളുകൾ വംശഹത്യാ സ്മാരകങ്ങൾ സന്ദർശിക്കണം എന്ന് സജി മാർക്കോസ് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ത്? ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് സജി മാർക്കോസിൻ്റെ ജീവിതാഖ്യാനത്തിൽ നിന്നാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് കപട ദേശീയതയുടെയും മതവിദ്വേഷത്തിൻ്റെയും പേരിലുള്ള വംശഹത്യകൾ ജീവനും ജീവിതവും നഷ്ടപ്പെടുത്തുകയും സ്വന്തം രാജ്യത്ത് നിന്ന് ഓടിപ്പോയി അഭയാർത്ഥികളാവേണ്ടി വരികയും ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ദുരിതങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ 100 വർഷം മുമ്പേ നടന്നതാണെങ്കിലും ഇന്നും ഇത് ആവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ആളുകൾ വംശഹത്യാ സ്മാരകങ്ങൾ സന്ദർശിക്കണം എന്ന് പറയുന്നതിന് നല്ലൊരു അടിസ്ഥാനം തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ ചോദ്യം, ക്രാക്കാത്തൂവ പൊട്ടിത്തെറിയുടെ ആഘാതം എത്രത്തോളം വലുതായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് കിഴവനും ക്രാക്കാത്തൂവയും എന്ന് പറഞ്ഞിട്ടുള്ള സഞ്ചാര സാഹിത്യത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ക്രാക്കാത്തൂവയുടെ പൊട്ടിത്തെറിയെക്കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ചൊക്കെ കുറേ വിവരിക്കുന്നുണ്ട് ലേഖകൻ. അപ്പോൾ അതിൽ ഒരു 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. ഒന്നാമത്തേത് 36,000 ജനങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചു. രണ്ടാമത്തെ കാര്യം, വായു സമ്മർദ്ദം കൊണ്ട് ഓളങ്ങൾ ഭൂഗോളത്തെ പ്രദക്ഷിണം വെച്ചു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിലും വേറെയും കിട്ടാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. നാലാമത്തെ ചോദ്യം, MTയുമായി ചേർന്ന് NP മുഹമ്മദ് എഴുതിയ നോവൽ ഏതാണ്? ഉത്തരം അറബി പൊന്ന്. അഞ്ചാമത്തെ ചോദ്യം, വില്ലുവണ്ടി എന്ന കഥയുടെ പ്രമേയം മുൻനിർത്തി K രേഖയുമായി നടത്താവുന്ന അഭിമുഖത്തിന് 2 ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഇതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതേണ്ടതാണ്. അതായത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന 2 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ ഇന്നത്തെ കാലത്ത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പോലെ ജാതി വേർതിരിവുകൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ടോ എന്നുള്ള ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അതിനെക്കുറിച്ചൊക്കെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ പക്ഷേ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാവണം എന്നതാണ് പ്രധാനം. ആറാമത്തെ ചോദ്യം, നിങ്ങളൊക്കെ എന്നേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, സന്ദർഭം വ്യക്തമാക്കുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് K രേഖയുടെ വില്ലുവണ്ടി എന്ന കഥയിൽ നിന്നാണ്. അപ്പോൾ ഈ കഥയിൽ ഉമ തൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്ന വേദിയിൽ പറയാൻ വേണ്ടി ആഗ്രഹിച്ച കാര്യങ്ങൾ കൂടെ പഠിച്ചിട്ടുള്ള അജിത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് കൃഷ്ണഗോപാൽ എന്ന സഹപാഠിയോട് പറയുകയാണ്, എനിക്ക് ഈ കാര്യങ്ങൾ, അതായത് എനിക്ക് സ്റ്റേജിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് റെക്കോർഡ് ചെയ്ത് അവിടെ കേൾപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കൃഷ്ണഗോപാൽ ഫോണിൽ റെക്കോർഡ് ചെയ്യാണ് നമ്മുടെ ഉമ പറയുന്ന കാര്യങ്ങൾ. അങ്ങനെ പറയുന്നതാണ് ഇവിടെ സന്ദർഭമായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇവനെ കൂടി എന്ന കവിതയിൽ പരാമർശിക്കപ്പെടുന്ന 4 കവിതകളുടെ പേരെഴുതുക.
ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഇവനെ കൂടി എന്ന കവിതയിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു കവിതയിൽ തന്നെ ഒരുപാട് കവിതകളെ കുറിച്ചിട്ട് വൈലോപ്പിള്ളിയുടെ ഒരുപാട് കവിതകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു 4 കവിതകളുടെ പേര് പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പോൾ ആ 4 കവിതകളുടെ പേര് ഞാൻ പറയുന്നത് കുടിയൊഴിക്കൽ, മാമ്പഴം, കാക്ക, കണ്ണീർപ്പാടം എന്നീ കവിതകളാണ്. നിങ്ങൾക്ക് ഇനിയും കവിതകൾ അതെന്നെടുത്ത് പറയാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 8ാമത്തെ ചോദ്യം, ചിന്താവിഷ്ടയായ സീത എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക. ചിന്താവിഷ്ടയായ സീത എന്ന കവിതയിൽ രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട് കാട്ടിൽ മുനിയുടെ ആശ്രമത്തിൽ താമസിച്ച് വരികയാണ് സീത. ആ സമയത്ത് മുനിയും തൻ്റെ മക്കളായിട്ടുള്ള ലവനും കുശനും കൂടി അയോധ്യയിൽ ഒരു യാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ സീത ഇരുന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണ്. സീതയുടെ ചിന്തകൾ തന്നെയാണ് ചിന്താവിഷ്ടയായ സീത എന്ന കവിതയിൽ ഉടനീളമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിന്താവിഷ്ടയായ സീത എന്ന ശീർഷകത്തിന് ഒരുപാട് ഔചിത്യമുണ്ട്. ചിന്താവിഷ്ടയായി ഇരിക്കുന്ന സീതയുടെ ചിന്തകൾ. 9ാമത്തെ ചോദ്യം, കുടിലം കർമ്മവിഭാഗം ഓർക്കുവാൻ കർമ്മവിഭാഗം കുടിലം എന്ന് തോന്നാൻ കാരണമെന്ത്? ചിന്താവിഷ്ടയായ സീത എന്ന കവിതയിൽ നിന്നാണ് കേട്ടോ ഈ വരികൾ വന്നിരിക്കുന്നത്. ഇവിടെ ലക്ഷ്മണനെ വനവാസം അനുഷ്ഠിക്കുന്ന സമയത്ത് സീത കൊള്ളിവാക്കുകൾ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെറ്റ് ചെയ്യാതെ കുറ്റം ആരോപിച്ചതിൻ്റെ ഫലമാണ് സീത ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് ഈ ഒരു വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ് 10ാമത്തെ ചോദ്യം. പ്രണയത്തിന് പ്രതിഫലം ചോദിക്കാൻ വന്നിരിക്കുകയാണോ? ആര് ആരോട് പറഞ്ഞു? ഈ ചോദ്യം വന്നിരിക്കുന്നത് ശ്രീജ കെ.വിയുടെ ഓരോരോ കാലത്തിലും എന്ന നാടകത്തിൽ നിന്നാണ്. ഇത് പറയുന്നത് താത്രിക്കുട്ടി മാധവനോടാണ്. അതായത് മാധവൻ പ്രണയിച്ച് ചതിക്കുന്നവനാണ്. അങ്ങനെയുള്ള മാധവൻ താത്രിക്കുട്ടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണിത്. ഇനി പറയാൻ പോകുന്നത് ബി സെക്ഷനാണ്. ബി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് എസ്സേയുടെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാണ് വേണ്ടത്. അതായത് നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഭാഗം കേട്ടോ, അവിടെയാണ്. അതിൽ കൂടുതൽ എഴുതരുതെന്നാണ് പറയുന്നത്, അതിൽ കുറച്ച് എഴുതാൻ പാടില്ല. അപ്പോൾ അതാണ് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യന്. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിന് 6 മാർക്ക് വീതമാണ് കിട്ടുക. അപ്പോൾ ഇതിൽ സീലിംഗ് മാർക്ക് വരുന്നത് 24 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 11ാമത്തെ ചോദ്യം, സമുദ്രലംഘനം എന്ന കവിതയിലെ ഭാഷ ആ കാവ്യഭാഗത്തിന് നൽകുന്ന സവിശേഷ സൗന്ദര്യം വിലയിരുത്തുക. ഈ ഒരു കവിതയിൽ കഥാഗതികൾക്കിടയിൽ അതിദീർഘ സ്തുതികൾ ഘടിപ്പിച്ചു കൊണ്ടുള്ള ആഖ്യാന ഘടന. കിളിപ്പാട്ട് വൃത്തങ്ങളിൽ മഹാഭാരതം കിളിപ്പാട്ടിലാണ് അന്നനട ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സമുദ്രലംഘനം എന്ന കവിതയിൽ ഹനുമാനാണ് സംസാരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ സംസ്കൃത ഭാഷാ പ്രയോഗം വളരെ നല്ല രീതിയിലാണ് കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പോയിന്റ്സുകളൊക്കെ ചേർത്തിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, തീർന്നു മാമ്പഴക്കാലം എന്ന് പറയാൻ കവിയെ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാം? ഇവനെ കൂടി എന്ന കവിതയിൽ പറയുന്നുണ്ട് വൈലോപ്പിള്ളിയുടെ കാലം കഴിഞ്ഞതോടുകൂടി കാൽപ്പനികവും സ്വപ്നാത്മകവുമായിട്ടുള്ള കവിതകളുടെ കാലം കഴിഞ്ഞു എന്ന്. മലയാള കവിതയിലെ മധുരഘട്ടമാണ് കഴിഞ്ഞിരിക്കുന്നത്. വൈലോപ്പിള്ളിയുടെ കവിതകൾ മരണത്തെപ്പോലും ജയിക്കുന്നവയാണ്. തുടുവെള്ളാമ്പൽ പൊയ്കയല്ല, ജീവിതത്തിൻ്റെ കടലാണ് കവിതയുടെ മഷിപ്പാത്രം. ഓണപ്പാട്ടിന് ചുവടും കന്നിവെയിലിൻ്റെ പാലും തെക്കൻ പാട്ടിൻ്റെ വീര്യവും പാതിരാപ്പൂവിൻ്റെ തേനും കാക്കച്ചിറകിൽ സൂര്യോത്സവവും ഇളനീരിൽ ശൈശവവും അറിവിൽ പച്ചയും കൈതപ്പൂവിൽ ആതിരാചന്ദ്രനും മുറിവിൽ മൂർച്ചയും മുളങ്കാടിന് കുറുങ്കുഴലുമാണ് വൈലോപ്പിള്ളിയുടെ കവിതകൾ. ഈ സാഹചര്യങ്ങൾ കൊണ്ടാണ് തീർന്നു മാമ്പഴക്കാലം എന്ന് പറയാൻ കവിയെ പ്രേരിപ്പിക്കുന്നത്. 13ാമത്തെ ചോദ്യം, സൂര്യകിരീടം വീണുടഞ്ഞു എന്ന ചലച്ചിത്ര ഗാനത്തിലെ ബിംബങ്ങൾ ചലച്ചിത്ര സന്ദർഭത്തിന് എത്രത്തോളം ഇണങ്ങിയതാണെന്ന് വിലയിരുത്തുക. സൂര്യകിരീടം വീണുടഞ്ഞു എന്ന് തുടങ്ങുന്ന ഈ ഗാനം ദേവാസുരം എന്ന ജനപ്രിയ ചിത്രത്തിലെ ഗാനമാണ്. അപ്പോൾ ഈ ഗാനത്തിൽ നായകൻ്റെ വലിയൊരു പ്രതാപ നഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വരികളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. സൂര്യകിരീടം എന്ന വാക്ക് സൂര്യപുത്രനായ കർണനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കഥാസന്ദർഭത്തിന് ഇതും ഇണങ്ങുമെന്നാണ് പറയുന്നത്. വീണുടഞ്ഞ പ്രതാപത്തിൻ്റെ നീറ്റലും ശാപഗ്രസ്തമായ ജീവിതവും ഈ വരികളിൽ തെളിയുന്നുണ്ട്. നിങ്ങൾ എഴുതേണ്ട ഉത്തരത്തിൽ വരേണ്ട പോയിന്റ്സുകളാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്ത ചോദ്യം, ഹൈദരാലിയുടെ സ്മരണയിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കി കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ ആശാനെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ്, അതായത് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ജാതിമത ഭേദങ്ങൾക്കപ്പുറം കലാകാരന്മാരെ വളർത്തിയെടുത്ത ഗുരുനാഥന്റെ ശിഷ്യവാത്സല്യത്തിന്റെ ചരിത്രമാണിവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ജാതിമത വേലിക്കെട്ടുകൾക്ക് പുറത്ത് ഗുരുനാഥൻ തനിക്ക് നൽകിയ സ്നേഹവാത്സല്യങ്ങളും പരിഗണനകളും ആത്മകഥാകാരൻ ഓർമ്മിച്ചെടുക്കുകയാണ്. ആ നമ്പീശൻ ആശാനെ കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം നമ്പീശൻ ആശാൻ എങ്ങനെയൊക്കെയാണ് ഹൈദരാലിയെ സഹായിച്ചത്, എങ്ങനെയൊക്കെയാണ് ഹൈദരാലിയെ ഒരു നല്ല പാട്ടുകാരനാക്കിയെടുക്കാൻ എങ്ങനെയൊക്കെയാണ് പ്രേരിപ്പിച്ചത്, എങ്ങനെയൊക്കെയാണ് പ്രോത്സാഹനം കൊടുത്തത് എന്നീ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഇനി പറയാൻ പോകുന്ന ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ് 15ാമത്തെ ചോദ്യം. പറഞ്ഞതിലല്ല പറയാതെ വീട്ടലിലാണ് കാരൂർ കഥയുടെ ശക്തി. പൂവമ്പഴം എന്ന കഥയുടെ ധ്വനന ശേഷിയെപ്പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കുക. മാമ്പഴം എന്ന കഥയിൽ യുവതിയായ ഒരു വിധവയ്ക്ക് കൗമാരക്കാരനായ ആൺകുട്ടിയോട് തോന്നുന്ന ലൈംഗിക താല്പര്യമാണ് കഥയുടെ പ്രമേയമായിട്ട് കൊടുത്തിരിക്കുന്നത്. ആഖ്യാതാവാണ് ഇതിലെ കൗമാരക്കാരനെങ്കിലും ആത്തേരമ്മയുടെ ഇഷ്ടം മനസ്സിലാക്കാൻ അവന് കഴിയുന്നില്ല. ആത്തേരമ്മയുടെ അത്യന്ത്യം ധ്വന്യാത്മകമായ സംഭാഷണ ശകലങ്ങളിലും അപ്പുവിൻ്റെ നിഷ്കളങ്കമായ മറുപടികളിലും വിരുദ്ധമായ രണ്ട് പക്ഷങ്ങളെയാണ് ആവിഷ്കരിക്കുന്നത്. ഈ രണ്ട് പക്ഷത്തോടും ഒരനിഷ്ടം തോന്നാത്ത വിധത്തിൽ ഒതുക്കം നിറഞ്ഞ ഗംഭീരമായൊരു ഭാഷ തന്നെയാണ് കഥാകൃത്ത് ആഖ്യാനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് നിങ്ങളുടെ ഉത്തരത്തിൽ വരേണ്ടത്. ഇനി നമുക്ക് എസ് എ സെക്ഷൻസ് നോക്കാം. എസ് എ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യന് 10 മാർക്ക് വീതമാണ് തരുന്നത്. അപ്പോൾ 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയുള്ള ആഖ്യാനം ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവലിന് നൽകുന്ന സൗന്ദര്യം വിശദീകരിക്കുക. ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവല് ഒരു ചെറിയ കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു രീതികളൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങളതിൻ്റെ ആശയത്തെ എഴുതാനായിട്ട്. ഇതിൻ്റെ ആശയങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവലിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യമാണ്. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയുടെ ദൃശ്യ മികവിനെ വിലയിരുത്തുന്ന പഠനം തയ്യാറാക്കുക. ഇതിൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അവിടുത്തെ ദൃശ്യങ്ങൾക്കാണ്. ആ ദൃശ്യങ്ങൾ എത്രമാത്രം ആ സിനിമയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, സിനിമയിൽ എത്രമാത്രം പ്രാധാന്യം ദൃശ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനായിട്ട്. അല്ലാതെ കഥ എഴുതി വെക്കരുത്. പ്രധാനമായിട്ട് ആ ക്വസ്റ്റ്യനിൽ എന്താണോ പറയുന്നത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. എസ് എ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാൻ. അതായത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ 2 പുറം, ഒരു ഭാഗവും മറുഭാഗവും അവിടെയാണ് എഴുതേണ്ടത്. അല്ലാണ്ട് 2 പേജ് അല്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആൻസർ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഞാൻ പറഞ്ഞില്ലേ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടാൽ മതി. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചിട്ട് പോവുക. പ്രധാനമായിട്ട് ടെക്സ്റ്റ് നന്നായി വായിച്ചിട്ട് പോവുക. സമ്മറി നന്നായി മനസ്സിലാക്കി വെക്കുക. എങ്കിൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമൊക്കെ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. ഇനിയും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.